എക്സാലോജിക് CMRL ഇടപാട് സംബന്ധിച്ച രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചത് CPIM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDC-ക്ക് ഓഹരികളുള്ള സ്ഥാപനമാണ് CMRL. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRL-ഉം തമ്മിലുള്ളത് തൽപര കക്ഷികളുടെ ചട്ടവിരുദ്ധമായ ഇടപാട് എന്നാണ് ROC റിപ്പോർട്ടിൽ പറയുന്നത്. വിഷയം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് K. മുരളീധരൻ MP ആവശ്യപ്പെട്ടു. കേസ് ഒതുക്കി തീർക്കാൻ അന്തർധാര സജീവമാണ്. കേന്ദ്രത്തിനെതിരെ സമരത്തിനൊരുങ്ങുന്ന മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രിയെ അടുത്തുകിട്ടിയിട്ടും കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചില്ലെന്ന് K. മുരളീധരൻ കുറ്റപ്പെടുത്തി. ഇതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസികൾ മാത്രം അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല. ദുരന്തം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ച അന്തർധാര ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. കൊച്ചിയിലെ പ്രസംഗത്തിൽ കേന്ദ്രത്തിനെക്കുറിച്ച് ഒരു പരാതിയില്ല. 8-ാം തീയതി സമരം ചെയ്യാൻ പോവാണ് കേന്ദ്രത്തിനെതിരെ എന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അടുത്ത് കിട്ടിയിട്ട് പോലും അതിനെക്കുറിച്ച് കമാശം വേണ്ടിയിട്ടില്ല. വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. എക്സാലോജിക്കിനെതിരായ റിപ്പോർട്ടുകൾ രാഷ്ട്രീയ പ്രേരിതം എന്ന വാദമാണ് CPIM ഉന്നയിക്കുന്നത്. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, ഇനിയിപ്പോൾ വീണയെ പ്രതിരോധിക്കുക എന്നതിനപ്പുറം മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുക എന്ന വലിയ രാഷ്ട്രീയ ആവശ്യത്തിലേക്ക് CPIM നിർബന്ധിതമായിരിക്കുകയല്ലേ? എന്താണ് CPIM കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന? വേണു, നിസ്സംശയം അങ്ങനെ തന്നെ പറയാം. നേരത്തെ ഈ എക്സാലോജിക്കും അതുപോലെ കരിമണൽ കമ്പനിയായ CMRL-ലുമായി ബന്ധപ്പെട്ട ഈ വിവാദ ഇടപെടൽ ഉണ്ടായ പശ്ചാത്തലത്തിലൊക്കെ പാർട്ടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ സംരക്ഷിച്ച് അല്ലെങ്കിൽ പ്രതിരോധിച്ച് രംഗത്തെത്തിയത്. മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ROC റിപ്പോർട്ടിൽ അടക്കം പറയുന്നത് മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിക്ക് കൂടി അതിൽ ഒരുപക്ഷെ പങ്കുണ്ട് എന്ന തരത്തിലാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ CMRL കമ്പനിയിൽ വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDC-ക്ക് ഏതാണ്ട് 13.4% ഓഹരിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ CMRL-ന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗങ്ങളെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കും. കാരണം KSIDC-യെ നേരിട്ട് തന്നെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കും. അതോടൊപ്പം CMRL-നെ പരോക്ഷമായി നിയന്ത്രിക്കാനും മുഖ്യമന്ത്രിക്ക് സാധിക്കുമെന്നാണ് ഈ ROC റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് ഈ KSIDC എന്ന് പറയുന്ന സ്ഥാപനം അത് സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയമടക്കം ഏകോപിപ്പിക്കുന്ന രൂപീകരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്, ഒരു ഏജൻസി കൂടിയാണ്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിൽ അത് സർക്കാർ മറുപടി പറയേണ്ടി വരും, വ്യവസായ വകുപ്പ് മറുപടി പറയേണ്ടി വരും. അത് മാത്രമല്ല CPM മറുപടി പറയേണ്ടി വരും, മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കേണ്ടി വരും. അത് CPM-ന്റെ രാഷ്ട്രീയ ആവശ്യമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷം CPM-നെതിരെ അവരുടെ ആയുധത്തിന്റെ മൂർച്ച കൂട്ടിയിട്ടുണ്ട്. അവർ പറയുന്നത് CBI അന്വേഷണമോ അതല്ല എങ്കിൽ ED അന്വേഷണമോ ഈ വിഷയത്തിൽ വേണം, എക്സാലോജിക്കൽ വേണം എന്നാണ് അവർ പറയുന്നത്. കാരണം ഇൻകം ടാക്സിന്റെ ഈ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ ഈ അവരുടെ റിപ്പോർട്ടിലുള്ള ഈ ഭാഗം അത് പൂർണ്ണമായി ശരിവെക്കുന്ന തരത്തിലാണ് ഈ ROC റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളതെന്നാണ് പ്രതിപക്ഷം വാദിക്കുന്നത്. അല്പം മുമ്പ് K. മുരളീധരൻ MP അടക്കം നടത്തിയ പ്രതികരണം അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ പക്ഷേ CPM എടുക്കുന്ന നിലപാട്, CPM നേതാക്കൾ എടുക്കുന്ന നിലപാട് അത് പൂർണ്ണമായി സർക്കാരിനെയും അതുപോലെ വീണ വിജയനെയും അടക്കം സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പേര് ഇതിൽ വന്നതിന് ശേഷം നേതാക്കൾ ഇതിൽ പ്രതികരിക്കാൻ വൈമുഖ്യം കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ എക്സാലോജിക്ക് വിഷയം വരുന്ന ഘട്ടത്തിലൊക്കെ അതിലാദ്യം പ്രതിരോധവുമായി രംഗത്തെത്തുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ AK ബാലൻ, അദ്ദേഹം ഇന്ന് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ പങ്കിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത് കണ്ടതാണ്. മറ്റുള്ളവരും ഈ AK സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്നതിനോട് മറ്റ് നേതാക്കളും എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പൊതുവിൽ നേതാക്കൾ ഈ വിഷയത്തോട് നേരിട്ട് പ്രതികരിക്കുന്നതിന് ഇപ്പോൾ വൈമുഖ്യം കാണിക്കുന്നു. പാർട്ടി ഇത് സംബന്ധിച്ചൊരു ഒരു രൂപരേഖ തയ്യാറാക്കിയതിനു ശേഷം ഇതെങ്ങനെ പ്രതിരോധിക്കണം എന്നത് സംബന്ധിച്ചൊരു രൂപരേഖ ആ ചർച്ച ആ യോഗത്തിന് ശേഷമൊക്കെ ആയിരിക്കും ഇതിൽ സംസ്ഥാന സെക്രട്ടറി ഔദ്യോഗികമായ ഒരു പ്രതികരണം പാർട്ടിയുടേതായി നടത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഉന്നം വെച്ച് നടത്തുന്ന രാഷ്ട്രീയ ആരോപണമാണ് എന്നുള്ളതിൽ CPM ഉറച്ചു നിൽക്കുകയാണ്. മറ്റൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ കൂടി ഈ വിഷയത്തിലേക്ക് ഉൾപ്പെടുത്തി അതിലൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കൂടി വന്നാൽ ആ ഭാഗം ആ തരത്തിൽ
മാറ്റാൻ കേന്ദ്ര ഏജൻസികൾക്ക്, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനും അതുപോലെ മറ്റുള്ളവർക്കുമൊക്കെ കഴിയും എന്നൊരു വ്യാഖ്യാനം CPM-ന്റെ കേന്ദ്രങ്ങളിൽ നിന്നും നൽകുന്നുണ്ട്. ആ വാദത്തിന് തന്നെയായിരിക്കും CPM-ന്റെ സെക്രട്ടേറിയറ്റിൽ ഒരുപക്ഷെ കൂടുതൽ ശക്തമായ ഊന്നൽ ലഭിക്കുക. അത് എന്താണ് എന്നുള്ള കാര്യം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും വിശദീകരിക്കുക. ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ചർച്ചയ്ക്ക് വരുന്നത് 28, 29, 30 തീയതികളിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അതുപോലെ PBയും തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. EMS വളപ്പിൽശാലയിലെ EMS അക്കാഡമിയിൽ അത് ചേരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യപ്പെടും, ആ യോഗത്തിലെത്തും. അതുമാത്രമല്ല നിയമസഭാ സമ്മേളനം ചേരുന്നുണ്ട്. ഗവർണർ ചില ബില്ലുകൾ, സുപ്രധാനമായ ചില ബില്ലുകളിൽ ഇനിയും ഒപ്പിട്ടിട്ടില്ല. ഈ നയപ്രഖ്യാപനത്തിന്റെ കരട് അത് രാജ്ഭവനിൽ എത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ ഗവർണർക്കെതിരെയും ഒക്കെയുള്ള വിമർശനമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വിഷയങ്ങളെയൊക്കെ നിയമസഭയിൽ എങ്ങനെ പ്രതിരോധിക്കണം, നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച അതെങ്ങനെയാകണം എന്നുള്ള സ്വാഭാവികമായി എക്സാലോജിക്ക് അടക്കമുള്ള വിഷയങ്ങൾ നിയമസഭയെ പ്രക്ഷുബ്ധമാക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട പ്രതിരോധ നയ, പ്രതിരോധ തന്ത്രം, ആയുധം എന്താണ് എന്നുള്ളത് തന്നെയായിരിക്കും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രധാനമായി ചർച്ച ചെയ്യുക. വേണം അലക്സ്, നമുക്ക് ഈ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ ഒരു വാർത്താക്കുറിപ്പാണോ പ്രതീക്ഷിക്കേണ്ടത്, അതോ MV ഗോവിന്ദൻ പ്രതികരിക്കാനിടയുണ്ടോ? പ്രതീക്ഷിക്കുന്നത് സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങൾ സംസ്ഥാന സമിതി യോഗം ചേരുന്നില്ല എങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം ഉണ്ടാകാറുണ്ട്. അത്തരത്തിലൊരു പത്രസമ്മേളനമാണ് പ്രതീക്ഷിക്കുന്നത്. വേണം ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയും ഈ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമല്ലോ, സ്വാഭാവികമായും ഈ പുതിയ സാഹചര്യം അദ്ദേഹം വിശദീകരിക്കുമെന്ന് കരുതാമോ അലക്സ് റാം മുഹമ്മദ്? സ്വാഭാവികമായി അങ്ങനെ തന്നെ കരുതണം. ഇപ്പോൾ മന്ത്രി P. രാജീവ് എത്തുകയാണ്. സെക്രട്ടറി പങ്കെടുക്കാൻ എത്തുകയാണ്. കണ്ടു മന്ത്രി P. രാജീവാണ് അദ്ദേഹം, വ്യവസായ മന്ത്രിയാണ്. നേരത്തെ ആ KSIDC-യുടെ അടക്കം വിഷയം നിലനിന്നൊരു സംഭവമാണ്. അദ്ദേഹത്തിനോടുള്ള പ്രതികരണമാണ് ആരാഞ്ഞത്. അദ്ദേഹം അല്പം മുമ്പ് അത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്നാണ് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് 11 മണിക്ക് മറ്റൊരു പരിപാടി കൂടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും അദ്ദേഹം എത്തുക. മറ്റു നേതാക്കളൊക്കെ എത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം P. രാജീവിന്റെ പ്രതികരണം, അത് പ്രധാനപ്പെട്ട ഒരു പ്രതികരണം തന്നെയാണ്. കാരണം വ്യവസായ വകുപ്പ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, വ്യവസായ വകുപ്പിന്റെ സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയമടക്കം രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഏജൻസിയാണ് KSIDC. ആ KSIDC-യിലാണ് CMR-ൽ ഓഹരി പങ്കാളിത്തമുള്ളത്. ഇതിൽ നേരത്തെ തന്നെ വീണ വിജയൻ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വീണ വിജയൻ നൽകിയിരുന്ന മറുപടി, ഇത് 1991-ലാണ് ഈ CMR-ൽ KSIDC അവരുടെ ഓഹരി പങ്കാളിത്തം നൽകിയതെന്നുള്ളതാണ്. അത് മാത്രമല്ല 40ഓളം മറ്റു കമ്പനികളിലും KSIDCക്ക് ഓഹരി പങ്കാളിത്തം ഉണ്ട്. അതൊരു പ്രതിരോധം അവർ ഉയർത്തുന്നുണ്ട്. അത് ഏത് വിധത്തിലൊക്കെ വേണമെന്നുള്ള കാര്യമായിരിക്കും സ്വാഭാവികമായി വ്യവസായ മന്ത്രി വിശദീകരിക്കുക. എന്താണെങ്കിലും അദ്ദേഹം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഈ വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി അവിടെ പറഞ്ഞ കാര്യമുണ്ട്. ഈ എക്സാലോജിക്ക്, അതായത് വീണ വിജയന്റെ എക്സാലോജിക്ക് ഈ CMR-ൽ കമ്പനിക്ക് നൽകിയ, അല്ലെങ്കിൽ CMR-ൽ കമ്പനി വീണ വിജയന് നൽകിയ ഈ പണം, അത് അവർ നൽകിയ സേവനവുമായി ബന്ധപ്പെട്ടാണെന്നാണ് മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് GST അടക്കം അടച്ചതിന്റെ രേഖകൾ അദ്ദേഹം അന്ന് അതിനെപ്പറ്റിയും സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ആ വാദങ്ങളെല്ലാം കളവാണെന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണവേ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത് എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ വിശദീകരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു രാഷ്ട്രീയമായ ഒരു നീക്കം, രാഷ്ട്രീയമായ ഒരു ആയുധമായി അത് മുഖ്യമന്ത്രിക്കെതിരെ തിരിച്ചുവിടുന്നതിനുള്ള ഒരു ശ്രമം എന്നുള്ള തലത്തിൽ തന്നെയായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക. അത്തരം കാര്യങ്ങൾ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത് അവതരിപ്പിക്കുക. നേരത്തെ പറഞ്ഞൊരു പശ്ചാത്തലം ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്നുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളതാണ് ആ പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ അതിൽ പങ്കുചേർക്കാൻ, മുഖ്യമന്ത്രിയുടെ പേര് കൂടി ഉയർത്തിക്കാട്ടാനുള്ള ആ ശ്രമമാണ്. ആ ശ്രമം CPM രാഷ്ട്രീയമായി പ്രതിരോധിക്കും എന്ന് തന്നെയാണ് നേതാക്കൾ അവരുടെ ശരീരഭാഷ അടക്കം വ്യക്തമാക്കുന്നത്. വേണം അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.